ഇവിടെ പേരാമ്പ്ര മണ്ഡലത്തിൽ 1977 മുതൽ ഒരു LDF MLA ആണ് വിജയിച്ചു പോന്നിട്ടുള്ളത്. ഇപ്പോൾ TP രാമകൃഷ്ണനെ പോലെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയാണ് ഫാത്തിമ തഹലിയ എന്ന മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി നേരിടുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച്? ഇതിപ്പോൾ ഒരു 2 ജനറേഷൻ തമ്മിലുള്ളൊരു മത്സരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് നേതാവാണ്. അതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയ പിന്തുണയും അതുപോലെ സ്റ്റേറ്റ് തലത്തിൽ തന്നെ വലിയൊരു നേതാവും കൂടിയാണ്. മറ്റുള്ള ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു ചെറുപ്പക്കാരി അല്ലെങ്കിൽ ഒരു യുവത്വത്തിൻ്റെ പ്രതീക്ഷയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് ഇവിടെ മത്സരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, 2 ജനറേഷൻ തമ്മിലുള്ള മത്സരമാണ്. അതാണ് ഞങ്ങൾ ഉറ്റുനോക്കുന്നത്. ആ എക്സ്പീരിയൻസും അതുപോലെ തന്നെ 2 ജനറേഷൻ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എങ്ങനെ ഇവിടുത്തെ ചെറുപ്പക്കാരും സ്ത്രീകളും മറ്റൊക്കെ നോക്കിക്കാണുന്നു, അതിനനുസരിച്ചായിരിക്കും ഇവിടുത്തെ റിസൾട്ട് ഉണ്ടാവുക. പ്രതീക്ഷയുള്ളതോ ജനങ്ങളെ കയ്യിലല്ലേ തൈലേക്ക് നോട്ട് അല്ലേ? തൈലേ ജയിക്കുമോ? ഓ ജയിക്കും. ജയിക്കുന്ന UDF സ്ഥാനാർത്ഥിയായിരിക്കും. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ നല്ല ഒരു വിദ്യാഭ്യാസവും കാര്യമുള്ള പുതുതലമുറ വരട്ടെ. എന്നും പഴയത് തന്നെയാണ്, മാറ്റം വേണ്ടേ? അത് തന്നെ. പേരാമ്പ്രത്തെ വികസനം നോക്കുകയാണെങ്കിൽ TP ഒരു 25,000 വോട്ടിനും ജയിക്കണം. പേരാമ്പ്രയ്ക്ക് ഒരു മാറ്റം വന്നത് ബൈപ്പാസ്, അതുപോലെ സകല ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും നല്ല കെട്ടിടങ്ങൾ വന്നത്, സ്കൂളുകൾക്ക് വന്നത് TP ഈ 10 വർഷം MLA മന്ത്രിയായതിനു ശേഷമാണ്. കാരണം TP എന്ന് പറയുന്ന ആളൊരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, LDF കൺവീനറാണ്, ഒരു കരുത്തനാണ് പാർട്ടിയിൽ. ഇപ്പം എന്തായാലും പേരാമ്പ്രയ്ക്ക് നല്ലൊരു മുന്നേറ്റം ഇനിയും ഉണ്ടാവും TPൻ്റെ നേതൃത്വത്തിൽ. അതാണ് നമ്മുടെ അഭിപ്രായം. പേരാമ്പ്ര ഈ പ്രാവശ്യം എന്തായാലും ഫാത്തിമ തഹലിയ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം അത്രയും ഒരു ട്രെൻഡ് അവളെ ഇറങ്ങിയ അന്ന് മുതൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലും യുവാക്കളും സ്ത്രീകളും എല്ലാം ഫാത്തിമ തഹലിയയുടെ വിജയത്തിന് വേണ്ടി നല്ല ശ്രമത്തിലാണുള്ളത്. എന്തായാലും നല്ലൊരു 10,000 വോട്ടിൻ്റെ മേലെ ഭൂരിപക്ഷത്തിന് തഹലിയ ജയിക്കും. അശ്വറാണ്. മൊത്തത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. TP രാമകൃഷ്ണൻ 10 വർഷമായിട്ട് ഈ വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു MLA ആണ്. നല്ല പ്രവർത്തനം ഇതുവരെയുള്ള മേഖലകളിലൊക്കെ, അടിസ്ഥാന മേഖലയിൽ റോഡിൻ്റെതായാലും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ, ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്തുള്ള ആളാണ്, അടുത്ത വ്യക്തിയാണ്, എന്താവശ്യത്തിനും പറഞ്ഞാലും ചെയ്തു തരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ നാട്ടിൽ മൊത്തത്തിൽ സ്കൂളുകൾക്കായാലും അതുപോലെ തന്നെ റോഡ്, പാലങ്ങൾ, ഒരുപാട് 1950 കോടി രൂപേൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല MLA-മാരിൽ ഒരാളാണ് TP. ഒരു വാശിയേറിയ ഒരു മത്സരമാണ് പേരാമ്പ്രയിൽ നടക്കുന്നത്. ഇവിടെ ശക്തനായ TPയും ഫാത്തിമ തഹലിയ, യുവരക്തം ഫാത്തിമ തഹലിയയോട് മത്സരിക്കുന്നത്. ആര് ജയിക്കാനാണ് ഇവിടെ സാധ്യത? 4.5 പതിറ്റാണ്ട് കാലമായിട്ട് പേരാമ്പ്രയിൽ നിന്നും ഇടതുപക്ഷ MLA-മാരാണ് പോയത്. പക്ഷേ പേരാമ്പ്രയ്ക്ക് ഡോക്ടർ KG അടിയോടിക്ക് ശേഷം പേരാമ്പ്രയ്ക്ക് കാണത്തക്ക യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടി ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. 4 തവണ TP തന്നെ MLA ആയി. ആ സമയങ്ങളിലൊന്നും പേരാമ്പ്രയിൽ ഒരു ബൈപ്പാസ് റോഡ് കൊണ്ടുവരുന്നതിന് വേണ്ടി 4.5 പതിറ്റാണ്ട് വേണ്ടി വന്നു ഇവർക്ക്. പേരാമ്പ്രയിൽ ഡോക്ടർ KG അടിയോടിയുടെ കാലഘട്ടത്തിൽ പേരാമ്പ്ര CKG കോളേജ്, പേരാമ്പ്ര ട്രഷറി, കോടതി, സ്റ്റേറ്റ് ബാങ്ക്, ചെമ്പർപ്പാലം, പേരാമ്പ്രയിൽ ഇന്ന് ആകാശത്തു നിന്നും താഴേക്ക് നോക്കിയാൽ കാണുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ അന്ന് ഡോക്ടർ KG അടിയോടി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കൊണ്ടുവന്നത് മാത്രമാണ്. അതിനുശേഷം പേരാമ്പ്രയ്ക്ക് കാണത്തക്ക രീതിയിൽ ഒരു വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരാൻ വേണ്ടി ഇവർക്ക് സാധിച്ചിട്ടില്ല. പേരാമ്പ്രയിലെ ജനങ്ങൾ ഇതിനുള്ള ഒരു പ്രതികാര വിധിയായിട്ട് ഇത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തഹലിയ ജയിക്കും വൻ ഭൂരിപക്ഷത്തോടുകൂടി. അങ്ങനെ പറയാൻ കാരണം എന്താ പറഞ്ഞാൽ ഈ മണ്ഡലത്തിൽ ഒരു വികസനവും നടന്നിട്ടില്ല. ഒരു പേരാമ്പ്ര ഒരു ഹൈവേ മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. മറ്റുള്ള ഒരു പദ്ധതികളും പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയില്ല ഇടതുപക്ഷം എന്നുള്ള നിലക്ക്.